ഒരുവൻ്റെ ഉള്ളിൽ നിന്ന് പുറപ്പെടുന്ന കാര്യങ്ങളാണ് അവനെ അശുദ്ധനാക്കുന്നത്. എന്തെന്നാൽ ഉള്ളിൽ നിന്ന്, മനുഷ്യൻ്റെ ഹൃദയത്തിൽ നിന്നും സുചിന്ത, പരസംഗം, മോഷണം, കൊലപാതകം, വ്യഭിചാരം, ദുരാഗ്രഹം, ദുഷ്ടത, വഞ്ചന, ഭോഗാസക്തി, അസൂയ, ദൂഷണം, അഹങ്കാരം, മൂഢത എന്നിവ പുറപ്പെടുന്നത്. ഈ തിന്മകളെല്ലാം ഉള്ളിൽ നിന്ന് വരുന്നു. അവ മനുഷ്യനെ അശുദ്ധനാക്കുന്നു. എൻ്റെ സ്നേഹസ്വരൂപനായ എൻ്റെ പിതാവേ, ഇത് പിതാവ് കേൾക്കാൻ വേണ്ടിയാണ്. ഇന്ന് വിശുദ്ധ ആഗതയുടെ അവൾ സഹിച്ച ത്യാഗത്തിൻ്റെ ദിവസമാണെന്ന്. അവൾ അത്രയ്ക്ക് വലിയ ത്യാഗം, ആഗത വലിയ ത്യാഗം സഹിച്ചു. എന്നുവെച്ചാൽ ഇല്ലാത്ത പേരുദോഷം അവൾക്ക് വരുത്തി കൊടുത്തപ്പോൾ, അവൾക്ക് ഒരു വൈദ്യനെക്കുറിച്ച്, ഒരു യേശുവിനെക്കുറിച്ച് കൊടുത്തപ്പോൾ അവൾക്ക് അങ്ങനെ വലിയ പേരുദോഷവും നാണക്കേടും ഒക്കെ അവൾക്ക് ആ വിശുദ്ധയ്ക്ക് സഹിക്കേണ്ടി വന്നു. പിതാവേ, അതിൻ്റെ കഥയാണെന്ന് അമ്മ ലോകമൊത്തം എല്ലാ മക്കൾക്കും പറഞ്ഞു തരാൻ പോകണത്. എൻ്റെ ചില മക്കൾക്കെല്ലാം സുഖമാണ്, ഹാപ്പിയാണ്. എൻ്റെ ചെല്ലങ്ങളെല്ലാം സന്തോഷമായിരിക്കണം, ഹാപ്പി ആയിരിക്കണം. ഈ ആഗത എന്ന് പറഞ്ഞാൽ ഇവിടെയും ഒരു യേശുവിനെ ഒരു ആഗതയുമായിട്ട് പീഡിപ്പിച്ചാണ് എൻ്റെ മകനെ ഇവിടെ നിന്ന് പറഞ്ഞു വിട്ടത്. ആ മകനായ യേശുവിനെ ഗസമൻ തോട്ടത്തിൽ നിന്ന് ഓട്ടിച്ചത് ഒരു ആഗതയുടെ പ്രശ്നം വന്നാണ്, പെണ്ണിൻ്റെ പ്രശ്നം വെച്ചാണ് ഓട്ടിച്ചത്. അതെങ്ങനെയാണെന്ന് അമ്മയ്ക്ക് കൂടുതൽ അങ്ങനെ അത്ര നന്നാൽ അത് പറയാൻ അറിഞ്ഞൂടാ. എന്നാൽ അമ്മ കണ്ട കാഴ്ച അമ്മ പറയണം, കുറച്ച് കേട്ട കാഴ്ചയുണ്ട്. കണ്ടത് ഒരു വൈദികനാണ് ആ പള്ളിയിൽ നിന്ന് ബൈബിൾ വായിക്കാൻ ആഗത എഴുന്നേറ്റ് പോകുമ്പോൾ, ഇവിടെ ബൈബിൾ വായിക്കാനൊക്കെ ഭയങ്കര മടിയാണ്. നമ്മളെ ഈ ഗസമൻ തോട്ടത്തിൽ ഈ ത്രേസ്യാപുരം പള്ളിയിൽ ബൈബിൾ വായിക്കാൻ ആൾക്ക് ഭയങ്കര മടിയാണ്. എപ്പോഴും കിടന്ന് വിളിക്കണം, ബൈബിൾ വായിക്കാൻ വാ വാ വാ. ഇതൊക്കെ ധൈര്യമായിട്ട് എഴുതി ഓടിച്ചെന്ന് അറിയാമെന്നുള്ളൊരു വായിക്കണം. പക്ഷെ അവൾ ഒരു മടിയില്ലാതെ അപ്പോഴപ്പോഴാണ് വന്ന് ബൈബിൾ വായിക്കും. അപ്പോൾ അവൾ അന്ന് ബൈബിൾ വായിക്കാൻ വന്നപ്പം രണ്ടച്ഛന്മാരുള്ളതിൽ കൊച്ചച്ഛൻ പറഞ്ഞു, അത് നീ വായിക്കണ്ട അങ്ങ് വായിക്കാൻ കയറി. അവളെ വായിക്കാൻ താമസിച്ചില്ല. ഞാൻ വായിക്കാമെന്ന് അച്ഛൻ വായിച്ചു. അപ്പോഴാണ് അച്ഛൻ ഇതൊക്കെ നാടറിയണത്. നിറച്ച ആൾക്കാർ പള്ളിയിലുണ്ടായിരുന്നു. രാവിലത്തെ പൂജയ്ക്ക് അല്ലെങ്കിൽ നേരത്തെ ഒന്നും ആളില്ലായിരുന്നു. പിന്നീട് ഞാൻ പോകാൻ തുടങ്ങിയതിന് ശേഷം ഇഷ്ടംപോലെ ആളുണ്ടായിരുന്നു. ആളുകളെല്ലാം അറിയണത് അപ്പോഴാണ്. ഈ പ്രശ്നങ്ങൾ അറിയണത് അപ്പോഴാണ്. ഞാനും അറിയണത് അപ്പോഴാണ്. ആ പള്ളിക്കകത്ത് ആ അച്ഛൻ കണ്ണീര് ചിന്തി കരയായിരുന്നു നിന്ന്. എന്നുവെച്ചാൽ അച്ഛനെയും വെച്ചാണ്, ആ പെങ്കൊച്ചിനെയും വെച്ചാണ് അച്ഛൻ പറഞ്ഞിട്ട് ഇനി അവൾ വായിക്കേണ്ട, ഇങ്ങനെ ഒരു പേരുദോഷം വന്നെടുത്ത് അവൾ വായിക്കേണ്ടെന്ന് പറഞ്ഞ് അവളും കരഞ്ഞുകൊണ്ട് പോയി അച്ഛനിൽ നിന്ന് കരയാൻ തുടങ്ങിയപ്പോഴാണ് ഈ അമ്മ എന്താണ് കാര്യമെന്ന് അന്വേഷിച്ച് തുടങ്ങി. അപ്പോൾ ഈ പെങ്കൊച്ചിനെയും വെച്ച് അച്ഛനെ പേടിപ്പിച്ചുകൊണ്ടേയിരുന്നു. അവൾ ഒരു കല്യാണം കഴിയാത്ത ഒരു കൊച്ചാണ്, നല്ല മര്യാദയൊക്കെ ഉണ്ട്. എനിക്കറിയാം, അല്ലാതൊന്നും അറിഞ്ഞൂടാ. അവൾ ഇവിടത്തെ അല്ല, കോട്ടക്കോണം അങ്ങോട്ടുള്ള കൊച്ചാണ്. ഇവിടെയുള്ള എല്ലാം അവിടെ നിന്ന് എന്തെന്നാൽ എനിക്ക് അറിഞ്ഞൂടെ. അങ്ങനെ ഇവളിപ്പോൾ അവൾ ഈ പള്ളിയിൽ വന്ന് അങ്ങനെ ബൈബിൾ വായിക്കുമായിരുന്നു എല്ലാ ദിവസവും. ഇവിടെ വരും, ഞായറാഴ്ച ദിവസം വരില്ല, അല്ലാത്ത ദിവസം എല്ലാ ദിവസവും അവൾ ഈ പള്ളിയിൽ എല്ലാ ദിവസവും പൂജ ഉള്ളതുകൊണ്ട് ഈ പള്ളിയിൽ വരും. വന്ന് ഈ ബൈബിൾ വായിക്കാൻ വന്നപ്പോഴാണ് ഈ പ്രശ്നങ്ങളെല്ലാം ആ പള്ളിയിൽ കണ്ടത്. ഞാൻ കണ്ണുകൊണ്ട് കണ്ടത്, ആ പള്ളിക്കകത്ത് കണ്ടത്. അച്ഛൻ കരഞ്ഞ് വേർക്കുകയായിരുന്നു. എന്നിട്ട് പറഞ്ഞു, അച്ഛൻ പൂജയെല്ലാം തീർന്നിട്ട് അച്ഛൻ വന്ന് മുമ്പാന്ന് പറഞ്ഞു, എനിക്ക് അവളുമായിട്ട് ഒരു ബന്ധവുമില്ല, എൻ്റെ സഹോദരിയാണ് അവൾ. ആ പള്ളിയിലെ അതിൽ വന്നെന്ന് പറഞ്ഞ് എൻ്റെ സഹോദരിയാണ്, എനിക്കൊന്നും അറിഞ്ഞുകൂടാ. എന്തെങ്കിലും അറിയണമെങ്കിൽ നിങ്ങൾ അന്വേഷിക്കണമെങ്കിൽ നിങ്ങൾ എൻ്റെ വീട്ടിൽ പോയി അന്വേഷിക്കുക, എനിക്കൊന്നും അറിഞ്ഞുകൂടാ, അത് ആരാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാന്ന് അച്ഛൻ പറഞ്ഞിട്ട് കരഞ്ഞും കൊണ്ട് അച്ഛൻ പോകുമ്പോൾ പിന്നെ പള്ളിയിൽ പൂജ കഴിഞ്ഞപ്പോൾ പള്ളിയുടെ അടുത്തുള്ളൊരു വണ്ണമുള്ള സ്ത്രീ വന്നതെന്ന് പറഞ്ഞു, അച്ഛൻ അവളെ കാറിലെന്നും കയറ്റിക്കൊണ്ട് പോകും. ഭയങ്കര വഴക്കായിരുന്നു മക്കളെ. നാട് മൊത്തം കണ്ടതാണ്, ആൾക്കാരെല്ലാം ഇറങ്ങി നിന്ന് കണ്ടത്. അവൾ ഭയങ്കരമായിട്ട് അച്ഛനെ വഴക്ക് പറഞ്ഞു. അച്ഛൻ ഓടിപ്പോവും, ക്യാമറ എടുക്കും, വരും, ഫോൺ എടുക്കും, വരും, ഇറങ്ങും, പോവും. അത്രയ്ക്ക് അച്ഛൻ വിഷമം ഒത്തിരി അനുഭവിച്ചു മക്കളെ. ആ വൈദ്യൻ ഒത്തിരി വിഷമം അനുഭവിച്ചു. അപ്പോഴും ഞാൻ അങ്ങനെ കാണുകയായിരുന്നു. അന്നാണ് ഞാൻ അറിയണത് ഈ വൈദ്യനെ. മറ്റേ അച്ഛൻ ഭയങ്കര പണക്കാരൻ. ഒരു മാസം കൊണ്ട് ഈ അമ്മയെന്ന് പറഞ്ഞ് ഭയങ്കര സ്നേഹമാണ് ആഹാരം വെച്ച് കൊടുക്കുന്ന ജോലിക്കാർ. അപ്പോൾ ഭയങ്കര അവർ എങ്ങനെയൊക്കെ എനിക്ക് തോന്നണത് ഈ നുണകൾ കേട്ട് വൈദ്യരൊന്നും നുണ കേൾക്കാൻ പാടില്ല. നുണ കൊണ്ട് വരുമ്പോൾ അവരെയും കൂടെ കൊണ്ടുപോവാ. ആളുകളെയൊക്കെ നിർത്തി വേണം നുണ കേൾക്കാൻ, അല്ലാതെ ഒരു നുണയും വൈദ്യർ കേൾക്കാൻ പാടില്ല. ഇത് നുണ കേട്ട് അച്ഛൻ എന്തിനും ആ ആൾക്കൂട്ടത്തിലെല്ലാം വിളിച്ചു പറഞ്ഞു. അങ്ങനെയാണ് ഇത് പ്രശ്നമായത്. ഒരച്ഛൻ വിളിച്ച് പറഞ്ഞപ്പോഴാണ് അത് പ്രശ്നമായത്. അപ്പോൾ അങ്ങനെയാണ് ഞാൻ അറിയണത്. എനിക്കല്ലാതെ ഈ കഥയോ ഒന്നും കൂടുതൽ അറിയണമെന്ന് വെച്ചാൽ അമ്മ കൂടുതൽ പള്ളിയിൽ പോകാനും പിന്നീട് കുറച്ച് ദിവസം പിന്നെ സ്ഥിരമാങ്ങ് പള്ളിയിൽ പോയിട്ടുണ്ടായിരുന്നു. എനിക്ക് രോഗസൗഖ്യം അവിടെ നിന്ന് കിട്ടി.
ഒത്തിരി പള്ളിയിൽ പോയിക്കൊണ്ടിരുന്നത്. പിന്നെയുള്ള കാര്യങ്ങളൊക്കെയാണ് പിന്നെയാണ് ഞാൻ പിന്നീട് ഈ അച്ഛനെ പാടുപെടുത്തിക്കൊണ്ടിരുന്നതൊക്കെ പിന്നീടാണ് ആളുകളൊക്കെ ഇങ്ങനെ അന്വേഷിച്ച് അറിഞ്ഞപ്പോൾ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ അറിയണം. അപ്പോഴും അങ്ങനെ വണ്ണമുള്ള സ്ത്രീ അങ്ങനെ അച്ഛൻ എന്നും വണ്ടി കയറ്റിക്കൊണ്ട് അങ്ങനെ അച്ഛൻ ആരെയും വണ്ടി കയറ്റിക്കൊണ്ട് പോകണം ഞാൻ കണ്ടിട്ടില്ല. പക്ഷേ ഈ പ്രശ്നങ്ങൾ പറഞ്ഞതിന് മുമ്പ് അച്ഛൻ രോഗികൾ ഓർമ്മയില്ല വീഴുമ്പം പൂജ ചെയ്യാൻ രണ്ടച്ഛന്മാരുണ്ടെങ്കിൽ ഒരച്ഛനെ നിർത്തിയിട്ട് ഈ അച്ഛൻ കാറിൽ രോഗികളെ ആശുപത്രി കൊണ്ട് പോയിട്ടുണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അല്ലാതെ എനിക്ക് അറിഞ്ഞുകൂടാ. അച്ഛൻ ആരെയും വണ്ടി കയറ്റൂല. ഒരു പെങ്കൊച്ചുങ്ങളെയും വണ്ടി കയറ്റി കൊണ്ടുപോകണം ഞാൻ കണ്ടിട്ടില്ല മക്കളെ. എന്നിട്ട് ഞാൻ വീട്ടിൽ വന്നതിന് ശേഷം ഈ ആഹാരം വയ്ക്കണ അമ്മയുടെ മൂത്ത മോള് എൻ്റെ കൂടെ വന്ന് പറഞ്ഞു, ഈ അച്ഛൻ ഇതൊക്കെ ഉള്ളത് തന്നെ ആളുകൾ പറഞ്ഞ ചുമ്മാ കൂടി വന്ന് എൻ്റെ കൂടി പറഞ്ഞു. ഞാൻ കണ്ടില്ല, ഇത് പറഞ്ഞു കേട്ടതാണ്. പറഞ്ഞു കേൾക്കണം വിശ്വസിക്കാൻ മക്കളെ. ഇല്ല, ആ അച്ഛനെ ചതിക്കാൻ കരുതി പറയാം വന്ന് പറയാണ്, അത് പറഞ്ഞതെല്ലാം ഉള്ളതാണ്. അപ്പം ഞാൻ കേട്ടത് അത് എൻ്റെ ചേട്ടൻ്റെ മോളാണ്, പപ്പേരെ ചേട്ടൻ്റെ മോളാണെന്ന് എൻ്റെ കൂടി പറഞ്ഞു. എനിക്കല്ലാതെ ഈ കഥകളൊന്നും എനിക്ക് കൂടുതൽ അറിഞ്ഞൂടാ. അവൾ നല്ല മര്യാദയുള്ള കൊച്ച്, ഇപ്പോഴും പള്ളിയിൽ വരണുണ്ട്. അവൾ ഇപ്പോഴും കൂടെ പള്ളിയിൽ വരും. അങ്ങനെയൊക്കെ നല്ല മര്യാദയുള്ള കൊച്ചെന്ന് എനിക്കറിയാം. അല്ലാതെ എനിക്ക് അമ്മയ്ക്ക് വേറെ കഥകളൊന്നും അറിഞ്ഞുകൂടാ. പക്ഷേ ഒരു വൈദ്യം ഒരിക്കലും തെറ്റ് ചെയ്യില്ല. എപ്പോഴും സംസാരിച്ച് അച്ഛൻ പടിക്കെട്ടിൻ്റെ താഴെ വന്നേ ആരോടെയും സംസാരിക്കുകയുള്ളൂ. ഭാര്യയും ഭർത്താവൊക്കെ ആയിട്ട് പോയാലേ ആ പടിക്കെട്ടിന് മുകളിലോട്ട് കയറാനുള്ള അനുവാദമുള്ളൂ. അങ്ങനെയാണ്. ഞാനും എൻ്റെ ഭർത്താവും കൂടെ പോയാലേ അച്ഛൻ എന്നെയും കൂടെ സംസാരിക്കാൻ കയറി ആ പടിക്കെട്ടിന് മുകളിൽ കയറ്റുള്ളൂ. ഈ പടിക്കെട്ട് കയറിപ്പോരുന്നാണ് ആ വൈദ്യം എന്നോട് പറഞ്ഞിട്ടുള്ളത്. ആ അച്ഛൻ ഇരിക്കുന്ന കാലം ഞാൻ ആ പടിക്കെട്ട് കയറിയിട്ടേ ഇല്ല. പിന്നീട് ഇപ്പോഴും ഈ അച്ഛൻ വിളിക്കുമ്പോൾ വാ നീ കയറി വാ എന്ന് പറയുമ്പോഴാണ് ഞാൻ ആ പടിക്കെട്ട് കയറണം. അല്ലാതെ താഴെ തന്നെ നിന്ന് സംസാരിക്കാം. അത്രയ്ക്ക് നല്ല. ഇപ്പോഴാണെങ്കിൽ ഇനിയും ഈ അച്ഛനും ഇനിയിപ്പോൾ പ്രശ്നങ്ങളൊക്കെ വരും. എന്ന് വെച്ചാൽ ഒത്തിരി പേര് പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞാൽ അങ്ങ് പോയി തള്ളി കയറിയാണ്. ഇനി വൈദ്യൻ്റെ അടുത്ത് ആവലും ദൈവം നിങ്ങൾ പോവാതിരിക്കുക. വൈദ്യരുടെ അടുത്ത് പോവാതിരിക്കുക എന്ന് വെച്ചാൽ പ്രശ്നങ്ങളാണ്. ഇവിടെ ഈ ഗസമൻ തോട്ടത്തിൽ പ്രശ്നമാണ്. അത് ഇനിയിപ്പോൾ ആളുകളെല്ലാം ദേഷ്യത്തിരിക്കണം. അപ്പോൾ എന്തെങ്കിലും ഒരു ഇതുപോലെ ഈ അച്ഛനെ വന്നതും പറഞ്ഞു. ഒരു വണ്ണമുള്ള സ്ത്രീ തന്നെ ആ പ്രശ്നം ഉണ്ടായി കാറിൽ കയറ്റി കൊണ്ടുപോയി എന്ന് പറഞ്ഞ് ആ സ്ത്രീ എൻ്റെ ഓടി വന്നതും പറഞ്ഞു. ഈ അച്ഛന് ഒരു പെണ്ണ് കിട്ടിയെങ്കിൽ പെട്ടെന്ന് ഓട്ടിക്കാൻ വരുന്നു. അപ്പോൾ അങ്ങനെ പറഞ്ഞിരിക്കുകയാണ്. പറയുമ്പോൾ ഇനി ഏതെങ്കിലും പ്രാർത്ഥിക്കാൻ തന്നെ ആരെങ്കിലും പോയി പ്രാർത്ഥിക്കണ കണ്ട അതും പ്രശ്നമാകും. അതുകൊണ്ടാണ് ഈ അമ്മ പോലും കൂടുതൽ പോകാതെ ഒതുങ്ങി നിൽക്കുന്നത്. അതുകൊണ്ട് ദയവ് ചെയ്ത് പ്രാർത്ഥിക്കാൻ പോണവർ കൂടെ കൂടുതൽ പോകാതെ. ദൈവത്തിനെ ഈശോയും നാവിൽ വാങ്ങിക്കുന്നത് അത് ദിവ്യകാരണം. അതിൽ കൂടെ നമുക്ക് സുഖം കിട്ടിയില്ലെങ്കിൽ ഒരു ഈ അച്ഛനിൽ ഒരു കഴിവുമില്ല. പക്ഷെ മറ്റേ അച്ഛൻ പിന്നെയും പ്രാർത്ഥിച്ച പിന്നെയും ഒരുത്തി കഴിവെങ്കിലും ഉണ്ടെന്ന് പറയാം. ഈ അച്ഛനിൽ അങ്ങനെ ഒരു കഴിവില്ല. എന്ന് വെച്ചാൽ നമ്മൾ ദിവ്യകാരണം സ്വീകരണം. നമ്മളെ മനസ്സാണ് മക്കളെ നമുക്ക് സുഖം തരണത്. നമ്മളെ മനസ്സും നമ്മളെ ശരീരവും നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തികൾക്കുമാണ് നമുക്ക് ദൈവ അനുഗ്രഹങ്ങൾ തരുന്നത്. അല്ലേ മക്കളെ? ചില മക്കൾ അതാണ്. അതുകൊണ്ട് അങ്ങനെയാണ് ഇവിടെ ഇന്നത്തെ ഈ ഇന്നത്തെ ആ വിശുദ്ധ എനിക്ക് പറഞ്ഞു വെക്കാൻ കഴിയുള്ളൂ. അതുകൊണ്ട് ഒരു വൈദ്യരെയും ഇങ്ങനെ ഒരു പെണ്ണിനെ ചേർത്ത് ഇല്ലാത്ത കഥ പറഞ്ഞു വെക്കരുത്. എന്ന് വെച്ചാൽ ഒരു പാവപ്പെട്ട വൈദ്യനാണ് ആ വൈദ്യ. എൻ്റെ എന്ന് പറഞ്ഞ വൈദ്യയെ പാവപ്പെട്ട ഇങ്ങനെ ഒരു തെറ്റ് ഒരിക്കലും അമ്മയ്ക്ക് വിശ്വാസമേ ഇല്ല, ചെയ്യേയില്ല. എൻ്റെ എല്ലാ ആ തെറ്റ് ചെയ്യുകയില്ല. എന്ന് വെച്ചാൽ വൈദ്യനാണ് അവൻ. എൻ്റെ കൂടെയും എനിക്ക് ഒത്തിരി പീഡനങ്ങളും വഴക്കും തന്നെങ്കിലും എനിക്ക് സ്നേഹമാണ് മക്കളെ. അത്രയ്ക്ക് സ്നേഹം. എന്ന് വെച്ചാൽ തെറ്റ് കണ്ട അവൻ എന്നെ പറഞ്ഞു, എന്നെ ഓരോട് തിരുത്തി. ആ വൈദ്യൻ തിരുത്തിയെന്നേ എനിക്കുള്ളൂ. ഞാൻ ആ വൈദ്യൻ്റെ വീട്ടിൽ പോയിരുന്നു. എന്ന് വെച്ചാൽ ഇപ്പം ഇരിക്കുന്ന വൈദ്യൻ പറഞ്ഞിരുന്നു, എന്നെ ഈ ഗസമെന്ന മരത്തിനെ പിഴുത് എവിടെ കൊണ്ടുവയ്ക്കും? കടലിൻ്റെ തീരത്ത് കൊണ്ട് നട്ടുവയ്ക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ അമ്മ ഓടി ആ വൈദ്യൻ്റെ വീട് കാണാൻ. ഒരു കൊച്ചു കുടിലാണ് യേശു ജനിച്ചതുപോലെ ഒരു കൊച്ചു കുടിലാണ് ആ വൈദ്യൻ ജനിച്ചത്. അപ്പം വൈദ്യന് ഒരിക്കലും ഒരു തെറ്റും ചെയ്യാൻ പറ്റില്ല. അവൻ പാവങ്ങളോട് ഭയങ്കര ദയവും കാരുണ്യമുള്ളവനാണ്. എന്ന് വെച്ചാൽ മണിക്കൂർ കണക്ക് പാവങ്ങളെ വീട്ടിൽ പോയി ഇരുന്നിട്ടുണ്ട്. ഈ അമ്മയുടെ വീട്ടിൽ പക്ഷെ വന്നിട്ടില്ല. പക്ഷേ പാവങ്ങളെ വീട്ടിൽ പോയി ഇരുന്ന് പ്രാർത്ഥനയും കാര്യവും എല്ലാം സ്നേഹം. വയ്യെന്ന് പറഞ്ഞാൽ വണ്ടിയിൽ കൊണ്ടുപോകും. ഈ അമ്മയെന്ന് പറഞ്ഞ് അവിടെ ജോലി ചെയ്ത അമ്മയെ ഒരുപാട് ഒന്നോ രണ്ടോ പ്രാവശ്യം മെഡിക്കൽ കോളേജിൽ അച്ഛൻ്റെ കാറിൽ കൊണ്ടുപോയതാണ്. പിന്നെ വയസ്സായ സ്ത്രീ അവർ ആഹാരം വെച്ച് കൊടുക്കണം അമ്മ എന്നൊരു സ്നേഹത്തിൽ. എന്ന് വെച്ചാൽ അമ്മ മരിക്കുമ്പോൾ ഈ സ്ത്രീയുടെ അമ്മയായിട്ടിരുന്ന് എൻ്റെ മോനെ നോക്കിക്കൊള്ളണേന്ന് പറഞ്ഞെന്ന് എനിക്കറിഞ്ഞൂടെ. ഇങ്ങനെ പറഞ്ഞു കേട്ടതേ ഉള്ളൂ അമ്മ. അതുകൊണ്ട് ആ സ്ത്രീയോടെ ഭയങ്കര സ്നേഹമായിരുന്നു. ഹോസ്പിറ്റലൊക്കെ കൊണ്ടുപോകുമായിരുന്നു, നോക്കുമായിരുന്നു. അങ്ങനെ അപ്പോൾ അങ്ങനെയുള്ളൊരു വൈദ്യ അമ്മയുടെ സ്ഥാനത്ത് സ്നേഹിക്കണം. വയസ്സായ മക്കളെപ്പോലും പാവങ്ങളെപ്പോലും നല്ല സ്നേഹിക്കുന്ന ഒരു വൈദ്യം ഒരിക്കലും ഒരു തെറ്റും ചെയ്യുമെന്ന് അമ്മ പറയുകയില്ല. ഞാൻ പറയത്തില്ല മക്കളെ, എൻ്റെ പിതാവ്. അതുകൊണ്ട് ഇത് കേൾക്കുക. ഇനി ഈ ഇരിക്കുന്ന വൈദികനും ഭയങ്കര ഇനി പ്രശ്നങ്ങളാണ്. എന്ന് വെച്ചാൽ പൈസയുമായിട്ട് ബന്ധപ്പെട്ട ഇവിടെ ഇതെല്ലാം വരുമ്പോൾ ഇവിടെ വൈദികർക്ക് ഭയങ്കര വേദനയും ബുദ്ധിമുട്ടുമാണ്. അതുകൊണ്ട് എൻ്റെ പിതാവ് ഇതറിയാൻ കരുതിയാണ് ഞാൻ ഇത് പറയണം. എൻ്റെ ചില മക്കളെല്ലാം സുഖമായിരിക്കണം, നിങ്ങളെല്ലാം ഹാപ്പി ആയിരിക്കണം, സന്തോഷമായിരിക്കണം. തെറ്റ് ചെയ്താൽ എപ്പോഴായാലും തെറ്റ് പിടിക്കപ്പെടും. ആ വൈദ്യൻ ഒരു തെറ്റും ചെയ്യാതെ ഇരുന്ന ഏത് തെറ്റാണ് മക്കളെ പിടിക്കപ്പെടുന്നത്? ഒരു തെറ്റും ആ വൈദ്യൻ ചെയ്തിട്ടില്ല. പറഞ്ഞുണ്ടാക്കിയ കഥയാണ്. അച്ഛനെ ഓട്ടിക്കാൻ കരുതി. അച്ഛനെന്ന് വെച്ചാൽ എല്ലാ കാര്യങ്ങളും അറിയാമായിരുന്നു. എല്ലാ വ്യക്തികളുടെ സ്വഭാവങ്ങളും വ്യക്തമായി അറിയാമായിരുന്നു. നമ്മുടെ ഈ മരത്തിൻ്റെ പ്രശ്നത്തിൽ പീഡിപ്പിച്ച് അവൻ തന്നെ ഫോട്ടോ എടുത്തൊക്കെ പിതാവിന് അയച്ചെന്നാണ് ഞാൻ അറിഞ്ഞത്. അത് കേട്ടറിഞ്ഞാണ്. പക്ഷേ വേറെ ആരും ഇങ്ങനെ ഒരു ഇത് ചെയ്തിട്ടില്ല. അതുകൊണ്ട് എനിക്ക് ആ വൈദ്യനെക്കുറിച്ച് ഒരു തെറ്റായിട്ടൊരു അഭിപ്രായമില്ല. അവൻ ഏറ്റവും നല്ല ദൈവമായിരുന്നു.
സ്നേഹമായിരുന്നു എന്നാണ് എനിക്ക് പറയാനുള്ളത്. എൻ്റെ ചെല്ല മക്കളെല്ലാം സുഖമായിരിക്കണേ, സന്തോഷമായിരിക്കണേ. യൂട്യൂബ് കാണുന്ന മക്കളെല്ലാം കരുണയുടെ സഹായം ചെയ്യണേ മക്കളെ. എന്ന് വെച്ചാൽ അത്രയ്ക്ക് എൻ്റെ ദൈവം ഇവിടെ ഈ ഗസമൻ തോട്ടത്തിൽ പീഡകൾ അനുഭവിച്ച് കഷ്ടപ്പെട്ട് പീഡകൾ സഹിച്ചാണ് പോയത്. എൻ്റെ ചെല്ല മക്കളുകൾ അതുകൊണ്ടെല്ലാം കരുണയുടെ സഹായം ഈ അമ്മയുടെ യൂട്യൂബ് വഴി ചെയ്യണേ മക്കളെ. വയ്ക്കട്ടെ മക്കളെ അമ്മ.